വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 139 23 തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: കർത്താവേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവതി കൗൺസിലിങ്ങിനായി എന്നെ സമീപിക്കുകയുണ്ടായി. ഈ യുവതിയും അമ്മയും കൂടെയാണ് എന്നെ കാണാൻ വീട്ടിൽ വന്നത്. സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വിവാഹിതയല്ലാത്ത ഈ യുവതി ഗർഭിണിയാണെന്നും ആ ഗർഭിണി ആയ യുവതി പ്രസവത്തിന് ശേഷം ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നും അറിയാനാണ് എൻ്റെ അടുക്കൽ വന്നത്. കാരണം ഞാൻ അന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരുന്ന വിഷയം ദത്തെടുത്ത ദമ്പതിമാരിലെ ചില ജീവിത ഗുണനിലവാര ഘടകങ്ങളെക്കുറിച്ചായിരുന്നു. അങ്ങനെ എന്നെക്കുറിച്ച് കേട്ട് ഏകദേശം 8 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആരും അറിയാതെ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മയും മകളും ഉപരിപഠനത്തിനായി എന്ന പേരിൽ ഏറെ ദൂരെയുള്ള കേരളത്തിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് താമസിച്ചു വരികയാണ്. കോട്ടയം അടുത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യമാണ്, ഈ പെൺകുട്ടിയുടെ സഹോദരനോ അപ്പനോ ഒന്നും അറിഞ്ഞുകൂടാ ഇവൾ ഗർഭിണിയാണെന്നും ഇങ്ങനെ 8-ാം മാസത്തിൽ പ്രസവിച്ച് ഈ കുഞ്ഞിനെ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ട് പോകാനായി വന്നിരിക്കുകയാണെന്നും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു, കുടുംബത്തിൽ മറ്റാർക്കും ഇതേപ്പറ്റി അറിവില്ലല്ലേ? അമ്മ ഏറെ വിഷമത്തോടെ പറഞ്ഞു, മറ്റാർക്കും അറിയില്ല. അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവളുടെ പഠന സംബന്ധമായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞ് ഇവിടെ മാറി താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ യുവതിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിതാവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് ഏറെ സ്നേഹത്തോടെ ഈ അമ്മയെയും മകളെയും വിളിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. കാരണം ഇവരെൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം മാറ്റിവെച്ച് ഏകദേശം 10 മിനിറ്റ് നേരത്തോളം അദ്ദേഹം ഈ 2 പേരുമായിട്ട് സംസാരിക്കുന്നത് ഏറെ വിഷമത്തോടെ ഞാൻ കേട്ടിരുന്നു. വളരെ നല്ല ഒരു മനുഷ്യൻ വേറൊരു നാട്ടിൽ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൾ പഠനത്തിനായി ഒരു ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു യുവാവുമായി അടുത്തിടപഴകാനിടയാവുകയും ഒന്നിച്ച് പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി ഗർഭിണിയായത്. ഏകദേശം 4 മാസത്തെ ഗർഭം വളർന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ ഈ വിവരം അറിയാനിടയായത്. സഹോദരൻ മറ്റൊരു ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ഈ പെൺകുട്ടിയും കൂടെ വേറൊരു വീടെടുത്ത് താമസിക്കുകയും ചെയ്യുന്നു. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ഈ അമ്മയോടും മകളോടും ഞാൻ പറഞ്ഞു, ആരെയെല്ലാം നമുക്ക് കളിപ്പിക്കാൻ സാധിച്ചാലും ദൈവം എല്ലാം അറിയുന്നുണ്ട് കേട്ടോ.
ചെയ്തത് തെറ്റ് തന്നെ. ഇനിയും ഇങ്ങനെ മറച്ചു വെച്ച് പെരുമാറുമ്പോൾ മറ്റാരും നമ്മെ സംശയിക്കുകയില്ലായിരിക്കാം. അത്ര വിദഗ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടെ ദൈവം ഇതെല്ലാം കാണുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. ചെയ്ത തെറ്റിന് പരിഹാരവും പ്രായശ്ചിത്തവും എല്ലാം ചെയ്യുക എന്നതാണല്ലോ ഇനി അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഏറെ കരയുകയും പറയുകയും എല്ലാം ചെയ്തു. ഒരമ്മയും മകളുമാണ്, സംഭവിച്ചു പോയി. ഇനി എന്ത് ചെയ്യും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുത്തു. സമീപിക്കേണ്ട സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും ആളുടെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു. ആ ആളോട് വിളിച്ച് പറയാമെന്ന് പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ആൺകുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവരികയുണ്ടായി. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. അമ്മയാണ് കൊണ്ടുവന്നത്. ഏറെ വേദനയോടെ ഏറെ പ്രാർത്ഥിക്കുന്ന ഈ അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മാഡം, മോന് പഠനത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള് നവോദയയുടെ സ്കൂളിൽ ചേർത്തിരിക്കുകയാണ്. അവിടെ ടീച്ചേഴ്സൊക്കെ ഇവനോട് പക്ഷഭേദം കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. മറ്റു കുട്ടികൾക്ക് ഇവനെ ഇഷ്ടമില്ല. അതുകൊണ്ട് നിരന്തരമായി ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും സഹപാഠികളുടെ ഭാഗത്തു നിന്നും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവൻ അതുകൊണ്ടൊക്കെ പഠിക്കാൻ നന്നായിട്ട് സാധിക്കുന്നില്ല. മാഡം ഒന്ന് അവനുമായിട്ട് സംസാരിക്കണം. അവനൊരു കൗൺസിലിങ്ങിന് പോകണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ വെളുപ്പിന് 3 മണിക്കൊക്കെ മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച് മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ ഇപ്പോഴത്തെ ഈ പ്രതികൂല അവസ്ഥ ഒന്ന് മാറിക്കിട്ടണം. പഠിക്കാൻ അവന് സാധിക്കണം. ആദ്യം ഫോണിൽ അമ്മ ചോദിച്ചപ്പോഴേ ഞാൻ അമ്മയോട് ചോദിച്ചു, സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചിരുന്നോ? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ടീച്ചർമാരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല മാഡം. ടീച്ചർമാർ അതുപോലെയാണ് മോനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവിയെ ബാധിക്കില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ആൺകുട്ടിയുമായിട്ട് തനിച്ച് സംസാരിക്കാനിടയായപ്പോൾ ആൺകുട്ടി ഏറെ വേദനയോടെ എന്നോട് പറഞ്ഞു, അവൻ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണ്. ഏകദേശം 6ാം ക്ലാസ് മുതൽ ഇവന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പല ദിവസവും ഹോസ്റ്റലിലൊക്കെ ഒരുപാട് കർശനമായ നിലപാടുകളൊക്കെ ആണ്. എങ്കിലും ഈ കോവിഡ് കാലഘട്ടമൊക്കെ വന്നപ്പോൾ ഹോസ്റ്റൽ അടച്ചുപൂട്ടി വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് ഈ പാവപ്പെട്ട അമ്മ അറിയാതെ ഇവന് ഈ റാക്കറ്റിൽപ്പെട്ട ആൾക്കാർ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പഠിക്കാനുള്ള നോട്ട്സ് കൈമാറ്റം ചെയ്യാൻ വരികയാണെന്നുള്ള വ്യാജേനയാണ് ഇവൻ്റെ വീട്ടിൽ വന്ന് ഇതെല്ലാം തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. തിരിച്ച് ഹോസ്റ്റലിൽ ചെന്ന് പല ദിവസം രാത്രി ഹോസ്റ്റൽ വാർഡൻ അറിയാതെ വെളിയിൽ പോവുകയും ഇതൊക്കെ ഉപയോഗിക്കുകയും എല്ലാം ഈ പയ്യൻ ചെയ്യുന്നുണ്ടെന്ന് തുറന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? മകൻ പറയുകയാണ്, അമ്മയ്ക്ക് യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിലാണ് ഞാനിതെല്ലാം പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്കൂളിൽ എനിക്ക് പ്രശ്നമാണ്. എന്നെ മിക്കവാറും സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു വിടും. അപ്പം അതിനു മുമ്പ് കൗൺസിലിംഗ് കൂടി എൻ്റെ ഈ ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അമ്മ ടീച്ചറുമായിട്ട് ചോദിക്കരുത് എന്ന കാരണത്താലാണ് ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യുന്നു എന്ന ഒരു സ്റ്റോറി ഞാൻ ഉണ്ടാക്കി അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യങ്ങളിലും ഏറെ ചിന്തിക്കുമ്പോൾ നാം മനുഷ്യരെ നമുക്ക് കളിപ്പിക്കാൻ സാധിക്കും. അവരിൽ നിന്നെല്ലാം അതിവിദഗ്ധമായി മറച്ചു വയ്ക്കാനും സാധിക്കും. എന്നാൽ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല എന്ന വചനം തന്നെ നമ്മോട് അത് പറയുന്നുണ്ടല്ലോ. ഒരു ചിന്തയും ഒരു വാക്കും എന്നിലെത്തുന്നതിന് മുമ്പ് തന്നെ ദൈവമേ അങ്ങത് അറിയുന്നു എന്നല്ലേ പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്കിതുമായി ബന്ധപ്പെട്ട വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ആഗമന കാലത്തിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, പരിശോധിച്ച് നോക്കാം. ഏത് വഴികളാണ് നാം നേരെയാക്കാനുള്ളത് എന്ന് വചനമെന്ന കണ്ണാടിയിലൂടെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഈ ഒരു സെഷൻ നമ്മെ സഹായിക്കട്ടെ. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം
26 കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പോലും നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന ചിന്തകളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒന്നും പൂർണ്ണമായി മനസ്സിലാവില്ലല്ലോ. എന്തിനേറെ പറയുന്നു, കൗൺസിലിങ്ങിനായി കുടുംബങ്ങൾ കടന്നു വരുമ്പോൾ ഭർത്താക്കന്മാർ, ചില ഭാര്യമാർ പറയും ഭർത്താക്കന്മാരെ എങ്ങനെ സുന്ദരമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തിരിച്ചു. ഏറെ വിഷമം തോന്നാറുണ്ട്. ഏറെ ആത്മാർത്ഥതയോടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്ന ഭാര്യ കബളിപ്പിക്കപ്പെടുകയാണ്. ഏറെ ഉത്തരവാദിത്വത്തോടെ കയ്യും മെയ്യും മറന്ന് അധ്വാനിക്കുന്ന പുരുഷൻ ചതിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അറിയുന്നുണ്ട് ഇതെല്ലാം എന്ന് ചിന്തിച്ചാൽ എത്ര എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വഴികളെ തിരുത്താനാവും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66 ഇങ്ങനെ പറയുന്നു: ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. ശരിക്കും വെള്ളി, കാർബൺ ഇതെല്ലാം കുറച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുപോലെ പരീക്ഷിച്ച് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ പോലും നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കേണ്ടത് എന്ന സത്യം ഒരിക്കലും നാം മറന്നുകൂടാ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16 ഇങ്ങനെ പറയുന്നു: ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നമ്മുടെ ഹൃദയം പരിശോധിക്കുന്ന കർത്താവിന് നമ്മെ പൂർണ്ണമായും അറിയാം എന്ന് മനസ്സിലാകുമ്പോൾ കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കണം: യേശുവേ, ഞാൻ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഞാൻ. എൻ്റെ ബലഹീനത കണക്കിലെടുക്കാതെ എൻ്റെ പാപങ്ങൾ പുറത്ത് ഈശോയെ അങ്ങനെ ചേർത്ത് നിർത്തണമേ എന്നൊന്ന് പറഞ്ഞാൽ തീർച്ചയായും ദൈവം നമ്മെ കൈ പിടിച്ചുയർത്തും എന്നതിൽ സംശയമില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 17 ഇങ്ങനെ പറയുന്നു: മൂശയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു, ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ്. അതിനേക്കാൾ കൃത്യമായി നമ്മെ പരിശോധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നാം അറിയണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 20 ഇങ്ങനെ പറയുന്നു: മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ്, അത് അവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു. മനുഷ്യചേതന പരിശോധിക്കുന്ന വിളക്കാണ് വചനം. വചനം നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ, വചനമെന്ന കണ്ണാടിയിലൂടെ നാം നമ്മെ തന്നെ നോക്കുമ്പോൾ, അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ, യെശയ്യായുടെ പുസ്തകം 6 പറഞ്ഞ പോലെ, കർത്താവേ, അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നവനുമാണ് എന്ന തിരിച്ചറിവ് നമുക്കേവർക്കും ലഭിക്കുകയില്ലേ. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 3 ഇങ്ങനെ പറയുന്നു: ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. ദൈവം പരിശോധിച്ചാൽ യോഗ്യരാണോ യോഗ്യതയില്ലാത്തവരാണോ നാം എന്ന് കൃത്യമായും ദൈവത്തിന് അറിയാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6 നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. കർത്താവിനോടാണ് നാം കടപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിലാണ് നാം നിൽക്കേണ്ടത്. ബലഹീനനും പാപിയുമായ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവൻ്റെ യോഗ്യതകൾ കൊണ്ടല്ല, നമുക്കുള്ളതെല്ലാം ദൈവം ദാനമായി തന്നത് മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കാൻ നമ്മെ സഹായിക്കും എന്നതിൽ സംശയമില്ല. പ്രഭാഷകന്റെ പുസ്തകം 42 18 അവിടുന്ന് ആഴിയുടെ അഗാധതയെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. എത്ര തന്ത്രപരമായിട്ടാണ്, എത്ര വിദഗ്ധമായിട്ടാണ്
നാം ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതെങ്കിലും എത്ര ആഴിയുടെ അഗാധതയിലാണെങ്കിൽ പോലും കർത്താവ് നിഗൂഢതകൾ കണ്ടെത്തും എന്നത് നാം വിസ്മരിച്ചുകൂടാ. ജെറമ്യായുടെ പുസ്തകം 11-ാം അധ്യായം 20-ാം തിരുവചനം. ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനും നീതിയായി വിധിക്കുന്നവനുമാണ് സൈന്യങ്ങളുടെ കർത്താവ്. പാവപ്പെട്ട മനുഷ്യർ കുടുംബത്താണെങ്കിലും ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവ് പരിശോധിച്ച് നീതിയോടെ ഒരു ദിവസം ന്യായം വിധിക്കുക തന്നെ ചെയ്യും എന്ന് നാം ചിന്തിക്കണം. ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 10-ാം വചനം. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. കർത്താവിൻ്റെ വചനം കൃത്യമായും ഈ ക്രിസ്മസ് കാലത്തിൽ ആത്മാർത്ഥമായി നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാനും വേണ്ട മാറ്റങ്ങൾ വരുത്താനും സഹായിക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17 അധ്യായം 3-ാം വചനം നാം നേരത്തെ കണ്ട ഒരു വചനം തന്നെയാണ്. പക്ഷേ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. ആർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? നീതിക്ക് വേണ്ടി വരുന്ന ചില പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 17-ൽ തന്നെ 2 വചനങ്ങൾ നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. കർത്താവ് നമ്മെ ഉരച്ചു നോക്കി നമ്മുടെ ഓരോ ഹൃദയ വിചാരങ്ങളും കീറി മുറിച്ച് അറിയുവാൻ കഴിവുള്ളവൻ തന്നെയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുവചനം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മളുടെ ഹൃദയങ്ങളെ തന്നെ പരിശോധിച്ച് നമ്മുടെ വഴികൾ എങ്ങനെയാണെന്നൊന്ന് വിലയിരുത്തി കർത്താവിലോട്ട് തിരിയാനുള്ള ഒരവസരമായി മാറട്ടെ. വീണ്ടും 2 കൊറിന്തോസ് 13-ാം അധ്യായം 5-ാം തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. ആത്മശോധന നടത്താനുള്ള ഒരു സമയം വന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, നിങ്ങളുടെ വിശ്വാസവും പ്രവൃത്തിയും എങ്ങനെ പോകുന്നു എന്ന് നമ്മളെ തന്നെ പരീക്ഷിച്ചറിയാൻ ഒരവസരം ദൈവം നമ്മുടെ മുമ്പിലേക്ക് വച്ചിരിക്കുകയാണ്. വീണ്ടും 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 21-ാം വചനം ഇങ്ങനെ പറയുന്നു. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. നല്ല പ്രവൃത്തികളും ചിന്തകളും നല്ല പ്രാർത്ഥനാ ജീവിതവും നമുക്കുണ്ടെങ്കിൽ അവയെ മുറുകെ പിടിച്ചുകൊണ്ട് അല്പം കൂടെ നല്ലവരായി ദൈവത്തിന് സ്വീകാര്യരായി മാറാനുള്ള ഒരു ശ്രമം കൂടെ നാം നടത്തണം എന്ന് വചനം നമ്മോട് സംസാരിക്കുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് ഒരു ദമ്പതികൾ കൗൺസിലിങ്ങിനായി കടന്നു വന്നിരിക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾക്കും അവകാശങ്ങളില്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നതിൽ എന്താണ് തെറ്റ്? പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് ബൈബിൾ തുറന്നപ്പോൾ ലഭിച്ചത്. അവരോട് ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതൊന്നും വലിയ കുഴപ്പമില്ല, ഇതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ അവകാശമല്ലേ എന്ന് പറയുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിനുമുണ്ടാകാം. ഭരണ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയും എല്ലാം നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായാലും ദൈവവചനത്തിന് മുമ്പിലാണ് നാം നമ്മുടെ പ്രവൃത്തികളെ തട്ടിച്ചു നോക്കേണ്ടത്. ശരിയാണോ തെറ്റാണോ, ദൈവത്തിന് ഇഷ്ടമായ പ്രവൃത്തിയിലൂടെയാണോ ആ വഴികളിലൂടെയാണോ നാം സഞ്ചരിക്കുന്നത് എന്ന് വിവേചിച്ചറിയാനുള്ള ഒരവസരമാണ്
ഈ വചനങ്ങളിലൂടെ ദൈവം ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, ജോബിൻ്റെ പുസ്തകം 34 അധ്യായം 4 തിരുവചനം. നമുക്ക് ശരി ഏതെന്ന് പരിശോധിക്കാം, യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം. ശരി ഏതെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഏത് തെറ്റ് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുന്നുണ്ടാവും, ഇത് തെറ്റാണ്. പക്ഷെ നാം ബോധപൂർവം അതിനെ ശരിയാക്കാനുള്ള ശ്രമത്തിലാണ് എന്നതുകൊണ്ട് മാത്രം ഏതെങ്കിലും വിധത്തിൽ അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോവുകയാകാം. നമ്മുടെ ബന്ധുക്കളും നമ്മെ അനുകൂലിക്കുന്നവരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ ന്യായീകരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ മനസാക്ഷി നമ്മോട് മന്ത്രിക്കുന്നുണ്ടാവാം, നാം പോകുന്ന വഴി തെറ്റെന്ന്. അതാണ് ഈ വചനം പറയുന്നത്, ശരി ഏതെന്ന് പരിശോധിച്ചറിയാം. വചനമെന്ന കണ്ണാടിയിൽ നമ്മെ തന്നെ നോക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് പൂർണ്ണബോധ്യം നമുക്ക് വരിക തന്നെ ചെയ്യും. യഥാർത്ഥമായ നന്മ നമുക്ക് വിവേചിച്ചറിയാം. എങ്ങനെ നോക്കിയാലും ശരി എന്നുള്ളത് ദൈവസന്നിധിയിൽ ശരിയായി തന്നെ നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സെഫാനിയയുടെ പുസ്തകം 1 അധ്യായം 12 വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ അന്ന് ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. എത്രയോ വിദ്യാർത്ഥികളാണ് ഈ സ്വർഗവും നരകവും ഒന്നും ഇല്ലെന്നേ, ഇതൊന്നും പ്രശ്നമല്ല എന്ന് ബോധപൂർവം തന്നെ വിശ്വസിപ്പിച്ച് തങ്ങൾക്കിഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം ഈ വചനം നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. തീർച്ചയായും കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ചിന്തിച്ച് നാം എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നോ അതിന് അർത്ഥമുണ്ടാവില്ല എന്ന് വ്യക്തമായി വചനം നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. വീണ്ടും 1 തെസ്സലോനിക്ക 2 അധ്യായം 4 വചനം, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, മറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. വചനത്തെ വളച്ചൊടിച്ച് മായം ചേർത്ത് സ്വയം പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികളെ ന്യായീകരിക്കാൻ പാടില്ല എന്നും സുവിശേഷമനുസരിച്ച് ജീവിക്കാൻ നാം കടപ്പെട്ടവരാണ് എന്നും ഈ വചനം നമ്മെ അനുശാസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2022 എന്ന വർഷത്തിൻ്റെ ഏറ്റവും അവസാന മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ വഴി നടത്തിയതും അനേകായിരം നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വർഷിച്ചതും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കരുണ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന സമയമായി ഇത് മാറട്ടെ. ഇനിയും ഒരു വർഷം നമ്മുടെ മുമ്പിലേക്ക് ദൈവം വെച്ച് നീട്ടുമ്പോൾ നമ്മുടെ ഇത്ര നാളും സഞ്ചരിച്ച വഴികൾ ഒന്ന് പരിശോധിക്കാൻ നമുക്കിടയാകത്തക്ക രീതിയിലുള്ള വചനങ്ങളിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, അരിച്ചു പെറുക്കി നോക്കിയാലും നമ്മുടെ വഴികളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ കരുണ നിറഞ്ഞ ഹൃദയത്തിൻ്റെ മുമ്പിലേക്ക് നമ്മെ നാമായി തന്നെ തുറന്ന് കൊടുക്കാം. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, ഭാര്യ ഭർത്തൃബന്ധത്തെ, സഹോദരി സഹോദര ബന്ധത്തെ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ ഒക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ വഴികൾ എങ്ങനെയാണ് എന്ന് ദൈവ തിരുസന്നിധിയിൽ കുറച്ച് സമയം ചിലവഴിച്ച് എവിടെയെങ്കിലും നാം തിരുത്തേണ്ടതുണ്ടോ എന്ന് ദൈവത്തോട് ഒന്ന് ചോദിച്ച് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാനുള്ള ഒരു അവസരമായി ഇത് മാറട്ടെ. എത്രയോ നന്മകളും അനുഗ്രഹങ്ങളും കൂട്ടിച്ചേർത്ത് തന്ന ഒരു വർഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് സംസാരിക്കുകയാണ്. നമ്മെ തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയരാക്കാനും
കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും പരിശോധിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരത്തിൽ കൂടെ കടന്നു പോകുന്നത് ഒരു ഭാഗ്യമല്ലേ? നമുക്ക് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. വേദനകളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് കോടാനുകോടി നന്ദി കരയറ്റുന്നു. ഈശോയെ, അറിഞ്ഞോ അറിയാതെയും അങ്ങേ വിഷമിപ്പിച്ച ഓരോ അവസരങ്ങളെ ഓർത്ത് ഹൃദയപൂർവ്വം മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു വയ്ക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ, അങ്ങ് ഞങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ ഞങ്ങളിലുള്ള ബലഹീനതകളും പോരായ്മകളും എല്ലാം കർത്താവേ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, ഞങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ മഹാകരുണയാലും കൃപയാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വഴികളിൽ പോരായ്മകളുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, തിരുത്താനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ തക്ക രീതിയിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദാമ്പത്യ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ ഒക്കെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് എല്ലാം അറിയുന്നുവെന്നും അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നുവെന്നും മനസ്സിലാക്കുമ്പോൾ എത്ര ഭയഭക്തി ബഹുമാനത്തോടെ കർത്താവെ അങ്ങയുടെ മുമ്പിൽ ജീവിക്കാനും ശുശ്രൂഷ ചെയ്യാനും വേണ്ട കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. ശരിയേതെന്നും തെറ്റേതെന്നും കർത്താവെ വ്യക്തമായി പരിശോധിച്ചറിഞ്ഞ് ശരിയുടെ മാർഗത്തിലൂടെ, അങ്ങയുടെ മാർഗത്തിലൂടെ, അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് നീങ്ങാൻ വേണ്ട അനുഗ്രഹത്താൽ ഈ ഒരു അടുത്ത വർഷത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യുവതി യുവാക്കന്മാരെയും വിദ്യാർത്ഥികളെയും ഈശോയെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ മുഴുവൻ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗത്താലും ദുഃഖത്താലും വേദനയാലും കർത്താവെ മനക്ലേശത്താലും അലയുന്നെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ സങ്കടങ്ങളിലേക്ക്, അവരുടെ രോഗങ്ങളിലേക്ക്, അവരുടെ വിഷമസന്ധിയിലേക്ക് കർത്താവെ ഈ നിമിഷം അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കുടുംബ ബന്ധങ്ങളുടെ നവീകരണത്തിന് അവർക്ക് വേണ്ടി അമ്മ ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. എല്ലാവരും ദൈവത്തിലേക്ക് അടുക്കാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനത്താലും കൃപകളാലും നിറയുന്നതിനു വേണ്ടി അമ്മ ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.